നിങ്ങൾ അറിഞ്ഞോ പോൾസ് ക്രീമറി തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ ഇന്ന് പോൾസ് ക്രീമറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അവരുടെ ഇൻറ്റീരിയർ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഒരു ക്യൂട്ട്നെസ് ആണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. അവരുടെ വാൾ ഡിസൈൻ ഇറ്റ് ഈസ് ടു ഗുഡ്. കാരണം നമ്മൾ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓരോ ഏരിയയിലത്തെയും സ്റ്റോറീസും ഹിസ്റ്ററീസും വെച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ നമ്മുടെ ഫസ്റ്റ് ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ മെറ്റിൽഡ കേക്ക്. അങ്ങനെ ഞങ്ങളുടെ മെറ്റിൽഡ കേക്ക് വന്നു. ഓഫ്! അതങ്ങട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മൈ മൗത്ത് വാസ് വാട്ടറിങ്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്തിട്ടാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ അത് ടേസ്റ്റിംഗ് വേണ്ടിയിട്ട് ഇക്കു ആദ്യം തന്നെ ട്രൈ ചെയ്തു. ബിക്കോസ് ആളുടെ ടേസ്റ്റ് ബഡ്സ് ആർ ഡിഫറെൻറ്റ്. ആൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഷീ ഈസ് ഗോയിങ് ടു ട്രൈ ഇറ്റ്. അങ്ങനെ ഇക്കു അത് ട്രൈ ചെയ്യാൻ പോവായിരുന്നു. ആളുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ വാസ് ലൈക്ക് യമ്മീ. അതിൻ്റെ ഉള്ളൊരു ക്യാരമൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അത് നമ്മുടെ മൗത്തിൽ ഇങ്ങനെ മെൽറ്റായി പോവും. അതുപോലെയായിരുന്നു. ഫസ്റ്റ് മൗത്തിൽ ഷി വാസ് ഷോക്ക്ഡ്. സെക്കൻഡ് മൗത്തിൽ അതങ്ങോട്ട് എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് പിടികിട്ടിയില്ല. വേഗം ക്യാമറ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്. ചോക്ലേറ്റ് റിലേറ്റഡ് എല്ലാ സാധനങ്ങളും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. അപാര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇക്കും ഒരു ഹേസൽനട്ട് ലാറ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റോങ് ഓർഡർ ആയിപ്പോയി. കാരമൽ ലാറ്റെ ആയിരുന്നു വേണ്ടത്. പക്ഷേ ഞങ്ങൾ ഹേസൽനട്ട്. പക്ഷേ ഹേസൽനട്ട് വെച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു ആൾ. അങ്ങനെ ഞങ്ങളുടെ തേർഡ് ഐറ്റം വന്നു. ക്ലൗഡ് 9 അങ്ങനെ എന്തോ ആയിരുന്നു അവർ പേര് പറഞ്ഞിരുന്നത്. വാഫിൾ വിത്ത് ന്യൂട്ടല ആൻഡ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഞങ്ങൾ പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ സ്റ്റൊമക്ക് വാസ് ടു ഫിൽഡ്. ഞങ്ങൾ ഷുഗർ റഷ് അടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആ ഫസ്റ്റ് മറ്റുള്ള കേക്കിലേക്ക് ഇറങ്ങിപ്പോയി. ഇക്കോ ഇനീഷ്യേറ്റീവ് ചെയ്ത് ഞാനൊന്ന് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത് പറഞ്ഞാൽ ആൾ സ്റ്റാർട്ട് ചെയ്തു. ഞാനവിടെ എപ്പോഴും കിറങ്ങിയിരിക്കുകയായിരുന്നു മെറ്റലിൻ്റെ കേക്കിൽ. സോ ഷീ ഹാഡ് ദ ഫസ്റ്റ് ബൈറ്റ്. ഒരു നോർമൽ എന്നാ പറഞ്ഞത്, ഒരു നല്ല ക്രഞ്ചി ആയിട്ടുള്ള വാഫിളിൽ ന്യൂട്ടല്ല പ്ലസ് ഐസ്ക്രീം. ഹണി ഉണ്ടായിരുന്നു. ഹണി എനിക്ക് അലർജി ആയ കാരണം ഹണി വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. ഫസ്റ്റ് ബൈറ്റ് ഷീ ഫെൽറ്റ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനതങ്ങോട്ട് കയ്യേറി. സംഭവം കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഒരു ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ ഈ ഫുൾ മെറ്റൽഡ കേക്ക് ഇങ്ങനെ വയറുള്ളിൽ ടേസ്റ്റ് നിൽക്കണ കാരണം ഇതിന് ഞങ്ങൾക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. ബട്ട് ഇറ്റ് ഈസ് നൈസ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പഠിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരേ ഒരു സാധനം ഓർഡർ ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് മാത്രം എൻജോയ് ചെയ്തിരിക്കുക. ഞങ്ങൾ 2 സാധനം ഞങ്ങളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഓ മൈ ഗോഡ് ഞങ്ങൾ കിറുങ്ങിയിരിക്കുകയാണ് അന്ന്. അന്നത്തെ ദിവസം ഫുൾ കിറുങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് യമ്മി. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വിസിറ്റ് പോൾസ് ക്രീമറി.